ഇടുക്കി ഏലപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. ഉപ്പുതറ ചീന്തലാർ സ്വദേശിയാണ് മരിച്ചത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അപകടം? രാഹുൽ, വിജിത്ത്, ഈ KSRTC ബസിന്റെ ഡോറ് തുറന്ന് ഈ സ്ത്രീ റോഡിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുമളിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന KSRTC ബസ്സാണ്. ഈ ചിന്നാർ 4-ാം മൈൽ ഏറമ്പടം എന്ന് പറയുന്ന വളവിൽ സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വളവിൽ വെച്ച് ഡോറ് തുറന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. റോട്ടിൽ വീണ ഈ സ്ത്രീയെ, ഈ സ്വർണ്ണമയെ ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡോർ എങ്ങനെ തുറന്നു പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ, ഈ ബസ്സിലെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ ഒക്കെ സംസാരിച്ചിരുന്നോ? എന്താണ് അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരോ മറ്റോ പ്രതികരിക്കുന്നുണ്ടോ? രാഹുൽ, ഈ ഡോർ എങ്ങനെ തുറന്നു പോയി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യമായ വിശദീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ നമുക്ക് വിവരമായി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആരുടെയും ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. നിലവിൽ ഈ സംഭവം ഡോർ തുറന്നു പോയി എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ തുറന്നു പോയി, ഈ ലോക്കിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചതാണ്. പക്ഷെ അതിലൊരു കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല. അത് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇനി പരിശോധിച്ച് വേണം ആ കാര്യത്തിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ അതെങ്ങനെ ഡോർ തുറന്നു പോയി എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്താൻ. അത് അല്പസമയത്തിനകം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പൂർത്തിയാവുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. തിരക്കുള്ള ബസ്സായിരുന്നു രാഹുൽ? തിരക്കുള്ള ബസ്സായിരുന്നു, പക്ഷേ സീറ്റിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ നിന്നുള്ള യാത്രയായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സ്ത്രീ കയറിയതിനു ശേഷം ഒരല്പ ദൂരം നീങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ആ ഡോറിന്റെ വശത്തേക്ക് ഈ സ്വർണ്ണമ്മ എത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ വീഴാനൊരു സാഹചര്യം ഇടയായത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. രാഹുൽ, ഈ വാഹനത്തിൽ ഈ സ്ത്രീ കയറിയതിനു ശേഷം ഡോർ അടഞ്ഞിരുന്നു. അതിനുശേഷം അല്പസമയം മുന്നോട്ട് നീങ്ങിയതിനിടയിൽ ഈ ഡോറിലേക്ക് വീഴുകയും ഡോർ തുറന്നു പോവുകയും, അങ്ങനെയാണോ രാഹുൽ? റിജിത്ത്, ആ കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഈ വളവ് വീശിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൈയുടെ പിടുത്തം, ഈ നിൽക്കുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ നിന്നതിന്റെ ഇടയ്ക്ക് കൈയുടെ പിടുത്തം നഷ്ടപ്പെട്ട് ഡോറിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ആ ഡോറ് തുറന്നു പോയതാണോ എന്നുള്ള സംശയം ഉൾപ്പെടെ ഇപ്പോഴുണ്ട്. പക്ഷെ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ആ കണ്ടു നിന്ന ആളുകളാണ്. പക്ഷെ അവരാരും തന്നെ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരാരും തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുമില്ല. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇവർ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റോഡിലേക്ക് വീണ് ആണ് അപകടം എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുക. മാത്രമല്ല, തല അടിച്ചാണ് വീണത്, അതാണ് മരണകാരണം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോയിട്ടുണ്ട്. രാഹുൽ, ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടോ രാഹുൽ? മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്ഥിരം ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ്, അല്ലെങ്കിൽ അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന മേഖല കൂടിയാണ്. അവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന അല്ലെങ്കിൽ നിരീക്ഷണം കൃത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ആ സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവർ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സാധാരണ KSRTC ബസിന്റെ ഒക്കെ ലോക്കുകൾ കണ്ടിട്ടുള്ളതാണ്. പല ലോക്കുകളും അതത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ലോക്കുകളല്ല, ഒരു തട്ടിക്കൂട്ട് ലോക്കുകളൊക്കെയാണ്. ഈ ബസ്സിനും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ വീണ ഉടൻ തന്നെ ഈ ഡോറ് തുറന്നു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ KSRTC ബസിന്റെ വേണാട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ബസ്സാണ്. അതിന് സാധാരണ മാനുവലി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഡോറാണ്. അതിന് കൈകൊണ്ട് താഴ്ത്തുകയും പൊക്കുകയും ചെയ്താൽ മാത്രമേ ആ ലോക്ക് പ്രവർത്തിക്കുകയുള്ളൂ. എയർ ഡോർ സിസ്റ്റം അല്ല. അതുകൊണ്ട് തന്നെ ആ ഡോറിലെ ലോക്ക് അത്ര ഉറപ്പുള്ളതായിരിക്കില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതാണ്. ആ രീതിയിലുള്ള പോരായ്മകൾ ആ ഡോറിനുണ്ട്. അങ്ങനെ ആയിരിക്കാം ഈ ഒരു അപകടം ഇത്ര ഒരു ദാരുണ സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കി ഏലപ്പാറയിലാണ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീണ സ്ത്രീക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഉപ്പുതറ ചീന്തലാർ സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. ഡോറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്.